DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ വഴി സംസ്ഥാന സർക്കാർ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെയും പദ്ധതികളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യസമയത്ത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്തുടനീളം വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനുമുള്ള വാർഡ് സഭകളും ഗ്രാമസഭകളും വിവിധയിടങ്ങളിൽ സജീവമായി നടന്നുവരുന്നുണ്ട്. ഇത്തരം സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാൻ പ്രധാനമായും 2 രേഖകളാണ് ഓരോ കുടുംബത്തിന്റെയും പക്കൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ വീടുകളിലെ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ അടയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന കാർഡും അപേക്ഷയോടൊപ്പം പ്രധാനമായും കരുതേണ്ടതുണ്ട്. റേഷൻ കാർഡിൽ പേരുള്ള ഏതൊരു വ്യക്തിയുടെ പേരിലും വിവിധ പദ്ധതികൾക്കായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആരുടെ പേരിലാണോ അപേക്ഷ വയ്ക്കുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡിന്റെ പകർപ്പും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യാനുസരണം അപേക്ഷയോടൊപ്പം കൃത്യമായി സമർപ്പിക്കേണ്ടതുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് മാസം തോറും കൃത്യമായി യൂസർ ഫീ അടയ്ക്കുന്ന കുടുംബങ്ങൾക്കായിരിക്കും ഇത്തരം പദ്ധതികളിൽ മുൻഗണന ലഭിക്കുക. യൂസർ ഫീ ഇനത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങളോ താമസമോ നേരിടാൻ സാധ്യതയുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സഹായ പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് ആവശ്യമായ ഊന്നുവടി, വീൽചെയർ, വാട്ടർ ബെഡ് തുടങ്ങിയ സഹായ ഉപകരണങ്ങളും പല പഞ്ചായത്തുകളിലും സൗജന്യമായി കട്ടിൽ, കമ്പിളിപ്പുതപ്പ് എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നുണ്ട്. APL BPL വ്യത്യാസമില്ലാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം. മുൻപ് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പദ്ധതികളിൽ പ്രത്യേക മുൻഗണന നൽകുന്നതായിരിക്കും. വീടുകളിലേക്ക് ആവശ്യമായ ബയോബിൻ, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡികളും ഇതിലൂടെ ലഭ്യമാണ്. ഇതുകൂടാതെ പച്ചക്കറി തൈകൾ, ജൈവവളങ്ങൾ, തീറ്റപ്പുല്ല് കൃഷിക്കുള്ള സബ്സിഡി, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങൾ, മുട്ടക്കോഴി വളർത്തലിനും കോഴിക്കോട് നിർമ്മാണത്തിനുമുള്ള സാമ്പത്തിക സഹായം എന്നിവയും ലഭിക്കും. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, വീട് അറ്റകുറ്റപ്പണികൾക്കുള്ള ധനസഹായം, പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക സഹായങ്ങൾ, പഠനമുറി നിർമ്മാണത്തിനായി 2 ലക്ഷം രൂപ വരെയുള്ള ധനസഹായം തുടങ്ങി 30-ൽ പരം പദ്ധതികൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് രേഖകൾ സഹിതം ഗ്രാമസഭകളിൽ സമർപ്പിച്ചാൽ പരിശോധനകൾക്ക് ശേഷം അർഹരായവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.